നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തി റോസ്റ്റിന്റെ റെസിപ്പി നോക്കിയാലോ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായ ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിത്തീർന്ന ശേഷം 1/4 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുക. മീഡിയം സൈസുള്ള 2 സബോള ചെറുതായി അരിഞ്ഞത് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് നെടുകെ കീറിയത് ഇതിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. സബോള ചെറുതായി വാടി വരുമ്പോൾ 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും 10 വെളുത്തുള്ളി അല്ലിയും ചതച്ചത് ചേർക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചതിനു ശേഷം 6 വറ്റൽമുളക് ചതച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കുക. പൊടികൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം സൈസുള്ള 2 തക്കാളി ചെറുതായി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. തക്കാളി നന്നായി വെന്ത് വന്നതിന് ശേഷം വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ചട്ടി അടച്ചു വെച്ച് നമുക്കിത് കുക്ക് ചെയ്യാം. കറി നന്നായി തിളക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചട്ടി അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞു വരുന്ന പരുവമാകുമ്പോൾ തീ ഓഫാക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തി റോസ്റ്റ് റെഡി ആയിരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക.